ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും അതുപോലെ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തുമൊക്കെ നമ്മളിൽ നല്ലൊരു ശതമാനം വ്യക്തികൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് പറഞ്ഞു തരട്ടെ. നമുക്കറിയാം ഇപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഡേറ്റ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും. ഡേറ്റ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്പ്രെഡ്ഷീറ്റും ഉണ്ടാകും. സോ 90% ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സലും ആയിരിക്കും. അപ്പോൾ എപ്പോഴും വരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സൽ അറിയുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സൽ അറിയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, എനിക്ക് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ചിലപ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക് അറിയുന്ന വ്യക്തി അവർക്ക് മതിയാകും. അങ്ങനെ നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ സെലക്ട് ആവുന്നു. അതിനുശേഷം നിങ്ങൾ ജോലിയിലേക്ക് ചെല്ലുന്നു. അവിടെയും അവർ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക് അറിയുന്ന വ്യക്തിയെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അവിടെ ചെല്ലുന്നു. ആൻഡ് ആ ഒരു ജോലിയിൽ പ്രവേശിച്ച് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാവുക അവർ ബേസിക് എന്ന് എക്സ്പെക്ട് ചെയ്ത് നിങ്ങളോട് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക് എനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂവിന് ചെന്നിട്ട് അവിടെ ആ ഒരു ബേസിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വന്നപ്പോൾ നമുക്ക് ഉത്തരം മുട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എനിക്കറിയുന്ന ബേസിക് അല്ല ഇവർ ചോദിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ബേസിക് അല്ലേ, അഡ്വാൻസ് ലെവലുള്ള കാര്യങ്ങളോ മറ്റോ ആണോ ചോദിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്, എവിടെയാണ് ഈ പ്രശ്നം എന്നറിയും? ഈ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നു നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക് അറിയാമെന്ന്. എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ജോലിയിൽ അവിടെ വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു പോകാൻ അറിയാം. അപ്പോൾ ആ ജോലിയിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ധാരണ എന്ന് പറയുന്നത് ഇതാണ് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക്, റൈറ്റ്? സോ ഈ ഒരു നോളജ് വെച്ചുകൊണ്ട് എനിക്ക് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക് അറിയാം എന്ന് പറഞ്ഞാണ് പല വ്യക്തികളും മുൻപോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾക്കറിയുന്ന ബേസിക് അല്ല മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ബേസിക് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രമാണ്. അതിലെ ബേസിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വൈഡാണ്. അപ്പോൾ ആ ഒരു ബേസിക് അറിയാമെന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം നമുക്കത് അറിഞ്ഞിരിക്കണം. അല്ല എങ്കിലാണ് ഈ രീതിയിലുള്ള ഡിസപ്പോയിന്റ്മെന്റ് നമുക്കുണ്ടാവുന്നത്. സോ അപ്ഗ്രേഡ് യുവർ സെൽഫ് ഫസ്റ്റ്.